അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മിർവഹത്തുൽ ജദീദത്തു ഫിൽ ഗുർഫത്തിൽ കബീറത്തി. അൽ മിർവഹത്തു എന്ന് പറഞ്ഞാൽ ഫാന്. പുതിയ ഫാന് വലിയ റൂമിലാണ്. അപ്പോൾ ഇവിടെ മുബ്തദനെയും വിശേഷിപ്പിക്കുന്നുണ്ട്, മിർവഹത്തുനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ജദീദത്തു എന്ന് പറഞ്ഞിട്ട് അൽ ജദീദത്തു പുതിയ ഫാന്, അത് മുബ്തദനെ വിശേഷിപ്പിക്കുന്നു. മുബ്തദ അൽ മിർവഹത്തു ആണ് ഫാന്, അതിനെ വിശേഷിപ്പിക്കുന്നത് പുതിയത്. അപ്പോൾ അൽ ജദീദത്തു നാത്ത്. പിന്നെ ഫിൽ ഗുർഫത്തിൽ കബീറത്തി, റൂമിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ റൂം, അതിനെ വിശേഷിപ്പിക്കുന്നത് വലിയത്. അപ്പോൾ ഖബറിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ സെൻറ്റൻസ് ശരിക്കും എന്തേ ഉള്ളൂ, ജുംല മുഫീദ ഏതാണ്? അൽ മിർവഹത്തു ഫിൽ ഗുർഫത്തി. ജുംല മുഫീദയായി. അൽ മിർവഹത്തു ഫിൽ ഗുർഫത്തി, ഫാന് റൂമിലാണ്. അൽ മിർവഹത്തു മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫു ജർ, അൽ ഗുർഫത്തി ഇസ്മ മജ്റൂർ. പിന്നെന്താണ് ഈ വാക്യത്തിൽ എക്സ്ട്രാ ഉള്ളത്, കൂടുതലായിട്ടുള്ളത്? മുബ്തദയായ മിർവഹത്തുനെയും ഖബറായ ഗുർഫത്തിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്. രണ്ടിനും നകത്ത് വരുന്നുണ്ട്. ഒന്നത്. രണ്ട്, വേറെന്താ പ്രത്യേകത? അൽ മിർവഹത്തു മുബ്തദയായതുകൊണ്ട് നമുക്കറിയാം മുബ്തദിൻ്റെ നിയമം എന്താ? മർഫു. അപ്പോൾ മിർവഹത്തു മന്നൂത്തുമാണ്, കാരണം അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അൽ ജദീദത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അൽ മിർവഹത്തു മർഫു ആയതുകൊണ്ട് ജദീദത്തു എന്തായി? മർഫു ആയി, കാരണം നായത്ത് മന്നൂത്തിനെ പിൻപറ്റണം. എന്തുകൊണ്ട് ജദീദത്തു മർഫു ആയി? മിർവഹത്തു മർഫു ആയതുകൊണ്ട്. എന്തുകൊണ്ട് മിർവഹത്തു മർഫു ആയി? മിർവഹത്തു മുബ്തദയാണ്. പിന്നെന്താ? മിർവഹത്തു മുബ്തദ ആയതുകൊണ്ട് അലിഫ്ലാം ഇടണം, കാരണം മുബ്തദിൻ്റെ മറ്റേ നിയമം എന്താ? മാരിഫയാണ്. അപ്പോൾ മിർവഹത്തുവിന് അലിഫ്ലാം ഇട്ടുകൊണ്ട് അൽ ജദീദത്തുവിനും എന്തായി? അലിഫ്ലാം ഇട്ടു. പിന്നെ മിർവഹത്തു മുഅന്നസാണ്, അപ്പോൾ ജദീദത്തു മുഅന്നസായി, അൽ ജദീദത്തു മുഅന്നസായി. ഓക്കെ. പിന്നെ ഒറ്റ ഫാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അൽ ജദീദത്തു മുഫ്രദായി, ഏകവചനം. ബഹുവചനം നമ്മൾ പഠിച്ചതാണ്, അത് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. ജദീദത്തിൻ്റെ ബഹുവചനം ജദീദത്തു ആണ്, അൽ ജദീദത്തു ആണ് ഏകവചനം. അപ്പോൾ മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും, അത് മനസ്സിലായല്ലോ. പിന്നെ ഫീ വന്നു ഖബറിൽ, ഫിൽ ഗുർഫത്തി. ഷിബു ജുംല ഖബറാണ്. ഫി ഹർഫു ജർ, അൽ ഗുർഫത്തി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ഷിബു ജുംല ഖബർ. അപ്പോൾ ഫീ വന്നുകൊണ്ട് അൽ ഗുർഫത്തി എന്തായി? കസറായി, ഇസ്മു മജ്റൂർ കസറായി, കാരണം ഫീ വന്നു, ഹർഫു ജർ വന്നാൽ പിന്നെ ഇസ്മു മജ്റൂർ. അപ്പോൾ ആ ഗുർഫത്തിന് അൽ ഗുർഫത്തിന് എന്ത് വിശേഷണം വന്നാലും അതും എന്തായിരിക്കണം? കസറായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ വിശേഷണം വന്നത്? വലുതാണ്. അപ്പോൾ കബീർ, അൽ കബീർ. അപ്പോൾ അൽ കബീറു എന്നുള്ളത് അൽ കബീറത്തി എന്നായി, കാരണം ഗുർഫത്ത് മുഅന്നസും കൂടിയാണ്. അപ്പോൾ ഗുർഫത്തി എന്നായതുകൊണ്ട് കബീറത്തി എന്നായി, അൽ കബീറത്തി. എന്തുകൊണ്ട് അൽ കബീറത്തി എന്നായി? കാരണം അൽ കബീറത്തി ഗുർഫത്തിൻ്റെ നാത്താണ്. അപ്പോൾ ഗുർഫത്തിക്ക് കസറായതുകൊണ്ട് കബീറത്തിനും നാത്ത് കസറ വരണം. പിന്നെ ഗുർഫത്തിക്ക് എന്തുകൊണ്ട് കസറായി? അതിന് മുമ്പ് ഫീ വന്നുകൊണ്ട്, ഹർഫു ജർ വന്നുകൊണ്ട്. അപ്പോൾ ഫീ ഹർഫു ജർ, അൽ ഗുർഫത്തി ഇസ്മു മജ്റൂർ, ജാറും വ മജ്റൂർ, ഷിബു ജുംല ഖബർ, അൽ കബീറത്തി കസറ തന്നെ, കാരണം നാത്ത് മന്നൂത്തിനെ പിൻപറ്റണം. ഗുർഫത്തിന് എന്താണോ അടയാളം അതന്നെ ആയിരിക്കണം കബീറത്തിൻ്റെ അടയാളം. അപ്പോൾ ഗുർഫത്തി എന്നായി ഫീ വന്നുകൊണ്ട്, അപ്പോൾ അൽ കബീറത്തി അതും കസറായി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ പിന്നെ ഈ സെൻറ്റൻസിൽ മുബ്തദിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്, മിർവഹത്തിനെ അൽ ജദീദത്തു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് മർഫുവായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ഖബർ ഗുർഫത്തിനെയും വിശേഷിപ്പിക്കുന്നുണ്ട്, കബീറത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് കസറായി എന്ന് നമ്മൾ മനസ്സിലാക്കി. ബാറക്കല്ലാഹു ഫീക്കും.